ഹായ്. ഹായ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ശരണി അല്ല കേട്ടോ, ഇത് ശരണിൻ്റെ സിസ്റ്ററാണ്. ശരണി കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞു, ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 മാസം ആവാനായി. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കാലമായല്ലോ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിയാക്കി എടുക്കാമെന്ന്. അത് മാത്രമല്ല, ആളുടെ ഏട്ടൻ്റെ കല്യാണം കൂടി ആയിരുന്നു കേട്ടോ. ആളുടെ ഏട്ടൻ്റെ കല്യാണം എന്ന് പറയുന്ന സമയത്ത് എന്നെ കൂടി കല്യാണം, ഞാൻ അവളുടെ സിസ്റ്ററിലാണ്. അതും ഡെലിവറി എല്ലാം കൂടി ആയിട്ട് അവൾക്ക് കുറച്ച് ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാല കേട്ടോ. ആദ്യം നമുക്ക് പാൻ എടുത്ത് വെക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് സ്ക്വയറിൽ അരിഞ്ഞ പനീർ നല്ലപോലെ ഒന്ന് വാട്ടി ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സ്മോൾ സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് കൂട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച വെല്ലുള്ളി, 3 ഇടത്തര വെല്ലുള്ളിയാണ് ഞാൻ എടുത്തത്. അത് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ അത് വേഗം വാടി കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ തക്കാളി അതാട്ടോ എടുത്തത്, ഒന്നേ എടുത്തിട്ടുള്ളൂ. അത് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒരു കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 10-12 അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പ്, അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതൊക്കെ നിങ്ങളുടെ എരിവിനും ആവശ്യത്തിനും അനുസരിച്ചിട്ട് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇനി നമുക്ക് ആ മസാല നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അത് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമ്മൾ പാൻ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി വെണ്ണ ഇട്ടതിന് ശേഷം, വെണ്ണയാണ് കേട്ടോ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. വെണ്ണ ഇട്ടതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞാക്കി അരിഞ്ഞ് വെല്ലുള്ളി ഒരു കുഞ്ഞു വെല്ലുള്ളി ആട്ടോ ഞാൻ എടുത്തത്. കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുക. അത് കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി അതിൻ്റെ അകത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പില്ലേ, അതുകൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് പാകത്തിന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പാകത്തിന് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് ഒരു മാറ്റി വെച്ച പനീർ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പനീർ കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞു, നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഞാൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബായ്, പിന്നെ കാണാം കേട്ടോ.